ലഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോളിഫ്ലവർ മുഗ്ലേ. ഇപ്പോൾ നൊയമ്പ് സമയമാണല്ലോ. അപ്പോൾ നൊയമ്പ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് നോക്കാം. കോളിഫ്ലവർ മുഗ്ലേക്ക് നമ്മളൊരു കോളിഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ പകുതി, ഇതൊരു വലിയതായതുകൊണ്ട് പകുതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ള് ഇതേപോലെ ഇളക്കി ഓരോ ഏതെങ്കിലും ഇളക്കിയിട്ടു. ഇനി സാധാരണ ഈ കോളിഫ്ലവറിൽ പുഴുക്കൾ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് ഇച്ചിരി നേരം വെച്ചേക്കണം. സാധാ വെള്ളം മതി, ചൂടുവെള്ളം വേണ്ട. വിനാഗിരി കുറച്ച് അളവൊന്നും നോക്കണ്ട, ഇച്ചിരി. അപ്പം അത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ഇളക്കിയിട്ടിരുന്ന കോളിഫ്ലവർ എല്ലാം നല്ലൊരു ബൗളിലേക്ക് മാറ്റി. ഇനി അത് നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ വേണം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ, അര ടീസ്പൂൺ ഉപ്പ്, ഇച്ചിരി ചില്ലി ഫ്ലേക്സ്, അരമുറി നാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി, കാരണം നമ്മൾ മസാലയ്ക്കകത്ത് പിന്നെ ഇടും. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, അതിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. 3 സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണേ. ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്നാലേ നമുക്ക് ഇതേൽ പിടിച്ചിരിക്കത്തുള്ളൂ. നമ്മൾ എണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ അതേന്ന് പോകാതെ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കുന്നു. കേട്ടോ? അപ്പം നമുക്ക് കോളിഫ്ലവർ വറക്കാനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിലോ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വറക്കാനായിട്ട് ഇടാം. അപ്പം നമുക്ക് കോളിഫ്ലവർ മുഗ്ലേ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. കടുകല്ല ഇടുന്നത്, ജീരകം. അതാണ് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് ഇച്ചിരി പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചതച്ചത്, രണ്ട് സവോള കനം കുറച്ച് കൊത്തിയരിഞ്ഞത്, നല്ല കറക്കൊരു കൊഴുപ്പ് വരുത്തുള്ളൂ. മുകളെ സവോള നീളത്തിലരിഞ്ഞ് നല്ലപോലെ മൂപ്പിച്ച് ചുമന്ന കളറാക്കി അരച്ചെടുക്കുന്നവരും ഉണ്ട്, പേസ്റ്റാക്കി. നമ്മൾ പക്ഷേ കൊത്തിയരിഞ്ഞാണ് ഉണ്ടാകുന്നത്. 2 തരത്തിൽ ചെയ്യാം. ഇച്ചിരി കരിവേപ്പില,
2 പച്ചമുളക്, ഉപ്പ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇടുവാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊരു 7-8 വെളുത്തുള്ളിയുണ്ട്, ഒരു കഷ്ണം ഇച്ചിരി വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. നമ്മൾ കുറച്ച് കോളിഫ്ലവർ പുരട്ടി ബാക്കി ഇതിൻ്റെ അകത്തും ചേർത്ത് കൊടുക്കും. അപ്പം അത് നല്ലപോലെ ഉള്ളിക്കകത്ത് കിടന്ന് വഴന്ന് പച്ചമണമൊക്കെ പോട്ടെ. ഉള്ളിയുടെ പരുവം കണ്ടോ? പച്ചമണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോയി നല്ല ചുമന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആ മസാല ഇട്ടു. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, ഇതിൻ്റെ പച്ചമണം ഒന്ന്, പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയത് 2 തക്കാളി അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുകയാണേ. കണ്ടോ? അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു 15 കാഷ്യൂനട്ട് ചൂട് പാലിൽ ഒരു അരമണിക്കൂർ പുത്ത് വെച്ചതിന് ശേഷം മിക്സിക്കകത്ത് അടിച്ച പേസ്റ്റാണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ? അപ്പോഴത്തേന് കറി നല്ല റിച്ച് കളറായിട്ട് വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവാനായിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം.